ആഡംബരങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും പ്രമുഖ ബ്രാൻഡുകൾക്ക് സുപ്രധാനമായൊരു പങ്കുണ്ടാവും. ഷൂസുകൾ, ഡ്രസ് ഔട്ട്ഫിറ്റുകൾ, വാച്ചുകൾ, കയ്യിൽ ചുമ്മാതെ കിട്ടുന്ന ചരടുകൾക്ക് പോലും ചിലപ്പോൾ തപ്പി നോക്കിയാൽ ബ്രാൻഡുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബ്രാൻഡുകൾക്ക് നല്ല കാശും അത്യാവശ്യം ആസ്തിയും ഉണ്ടാവാറുണ്ട്. പ്രമുഖ ബ്രാൻഡുകൾക്ക് ബ്രാൻഡഡ് വസ്തുക്കൾ നോക്കി മാത്രം സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നവരും പൊതുവെ കാശുള്ളവരായിരിക്കും. ആളുകൾ എന്തിനാണ് ബ്രാൻഡഡ് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്നൊന്ന് പഠിച്ചാൽ രസകരമായ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക, കാശുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കുക തുടങ്ങി ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്നതുവരെ അതിനൊരു കാരണമാണ്. പറഞ്ഞു വരുന്നത് ഒരു ആഡംബര വസ്തുവിനെ കുറിച്ച് തന്നെയാണ്, റേബാൻ ഗ്ലാസ്. ആഡംബര കണ്ണടകൾ എന്ന സങ്കല്പം തന്നെ ലോകത്തിന് പകർന്നു നൽകിയത് ഒരുപക്ഷെ റേബാൻ ഗ്ലാസ് ആയിരിക്കും. ഇറ്റലിക്കാർ കരകൗശല വിദഗ്ധരാണ്, മികച്ച കലാകാരന്മാരുമാണ്. പക്ഷെ പലപ്പോഴും അവർ അതിൽ ഒതുങ്ങിപ്പോകുന്നു. മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ലോക പ്രശസ്തനായ റേബാൻ ബ്രാൻഡിന്റെ ഉടമസ്ഥൻ്റെതാണ്. കഥ നടക്കുന്നത് അങ്ങ് ഇറ്റലിയിലെ മിലാനിലാണ്. ജീവിത ദുരിതത്തിൽ കഴിയുന്ന തന്റെ മക്കളെ പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി തന്റെ ഇളയ മകൻ ലിയാനോഡോയെ അവന്റെ 7ാമത്തെ വയസ്സിൽ അവന്റെ അമ്മ ഗ്രാസിയ റോബോ ഒരു അനാഥാലയത്തിലാക്കുന്നു. മകനെ അനാഥാലയത്തിലാക്കിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാണ് ആ അമ്മ ആ അനാഥാലയത്തിന്റെ പടിയിറങ്ങുന്നത്. അവിടെ നിന്ന് കണ്ണ് തുടച്ച് പടിയിറങ്ങിപ്പോകുന്ന അമ്മയുടെ നോട്ടമാണ് ഒരുപക്ഷെ കൊച്ചു ലിയനാർഡോ അവന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു സങ്കട കാഴ്ച. അന്നേ ആ മകൻ മനസ്സിൽ ഉറപ്പിച്ചു, ഈ ലോകത്തിന് വേണ്ടത് നല്ല കാഴ്ചകളാണെന്ന്. ആ ശുഭചിന്തയാണ് ഭൂമുഖത്തെ ആയിരക്കണക്കിന് ആളുകളെ നല്ല കാഴ്ചയിലേക്ക് നയിച്ചത്. ആഡംബര കണ്ണട പ്രേമികളുടെ ആവേശമായ റേബാൻ ഗ്ലാസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ലക്സോട്ടിക്കയുടെ സ്ഥാപകനായി ലിയാനാർഡോ ഡെൽ വെക്കിയോ മാറുന്നത് ജീവിതത്തിലെ ഇത്തരത്തിലുള്ള കുറെ സങ്കട കാഴ്ചകളിലൂടെയും ഓർമ്മകളിലൂടെയും ഒക്കെയാണ്. കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ കാരണം മനസ്സില്ലാ മനസ്സോടെ ലിയോ അമ്മയെ പിരിഞ്ഞുകൊണ്ട് അനാഥാലയ ജീവിതം തുടങ്ങി. ബാല്യത്തിന്റെ നിറങ്ങളില്ലാത്ത 7 വർഷങ്ങൾ. 14ാം വയസ്സിൽ ലിയോയ്ക്ക് പുറത്തേക്ക് പറക്കാൻ ഒരാഗ്രഹം മുളച്ചു. കരകൗശല വിദഗ്ധനാവാൻ മോഹിച്ചുകൊണ്ട് ആ ബാലൻ അനാഥാലയത്തിന്റെ പടിയിറങ്ങി. കലാകാരന്മാരുടെയും കരകൗശലക്കാരുടെയും നാടായ ഇറ്റലിയിൽ ലിയോ കണ്ട സ്വപ്നത്തിന് ആയുസുണ്ടായിരുന്നു. അവന്റെ ആഗ്രഹങ്ങൾ പതുക്കെ ചിറക് മുളക്കുകയായിരുന്നു. മിലാനിലെ ഒരു ടൂൾ ആൻഡ് ഡൈ മേക്കറുടെ അപ്രന്റീസ് ആയിട്ടാണ് ലിയോയ്ക്ക് ജോലി കിട്ടിയത്. സഹപ്രവർത്തകർക്ക് ഉച്ചഭക്ഷണം വാങ്ങിക്കൊടുക്കുകയായിരുന്നു പ്രധാനപ്പെട്ട അവന്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ വളരെ പ്രശസ്തമായ ബ്രറ അക്കാദമിയിൽ കരകൗശല വസ്തു ക്ലാസ്സുകളിൽ അവൻ പങ്കെടുത്തു തുടങ്ങി. അവിടെ വെച്ചാണ് സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കണമെന്ന ചിന്ത അവന് വേറിട്ടത്. ലോഹ നിർമ്മാണത്തിലെ കഴിവായിരുന്നു ലിയോയുടെ ആകെ ഉണ്ടായിരുന്ന ഒരു മൂലധനം. അത് വെച്ച് കണ്ണടയുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ അവൻ തീരുമാനിച്ചു. ബെല്ലിനോ പ്രവിശ്യയിലുള്ള അഗോഡോയോടാണ് ഇറ്റലിയിലെ കണ്ണട ഉൽപാദന കേന്ദ്രം എന്ന് പറയുന്നത്. 1961 ലിയോ അവിടേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. അവിടെ ലക്സോട്ടിക്ക പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി. 1967 പുതിയ ബ്രാൻഡിന് കീഴിൽ അദ്ദേഹം കണ്ണട നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ വിപണിയിലെ വമ്പന്മാരായ പല കണ്ണട കച്ചവടക്കാരോട് പിടിച്ചു നിൽക്കാൻ അവർ നന്നേ ബുദ്ധിമുട്ടി. 1980 തലയിൽ മറ്റൊരു ബുദ്ധി അവർ കുതിക്കുന്നത്. കണ്ണടയെ എങ്ങനെ ഒരു ഫാഷൻ ട്രെൻഡായി ഉപയോഗിക്കാം എന്നതായിരുന്നു ലിയോ മനസ്സിൽ കണ്ട ഒരു ചിന്ത. ലിയോയുടെ ആ തീരുമാനം മാർക്കറ്റിൽ പുതിയ തരംഗം സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ തന്റെ കൂളിംഗ് ഗ്ലാസ് വിപണിയിൽ ആധിപത്യം ഉറപ്പിച്ചതോടെ പിന്നീട് ഈ രംഗത്തുണ്ടായിരുന്ന നിരവധി കമ്പനികൾക്ക് അദ്ദേഹം വില പറഞ്ഞു. അങ്ങനെ വില പറഞ്ഞ കമ്പനികളിൽ ഏറ്റവും പ്രമുഖമായ ഒരു കമ്പനി എന്ന് പറയുന്നത് റേബാൻ തന്നെയാണ്. 1999 ലിയോ റേബാൻ വില പറയുന്നത്. അമേരിക്കൻ വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് സൺഗ്ലാസ് നിർമ്മിച്ചുകൊണ്ട് 1937 തുടങ്ങിയ ഒരു ബ്രാൻഡായിരുന്നു ഈ റേബാൻ. അമേരിക്കൻ വ്യോമസേനയിലെ ഓപ്പൺ കോക്പിറ്റുകളിൽ വിമാനം നിയന്ത്രിച്ചിരുന്ന പൈലറ്റുമാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, യാത്ര കഴിഞ്ഞ് അവരനുഭവിക്കുന്ന കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക എന്ന നിലയ്ക്കാണ് റേബാൻ ഗ്ലാസിന്റെ പ്രൊഡക്ഷൻ ആദ്യമായി ആരംഭിക്കുന്നത്. ക്വാളിറ്റിയുള്ള സൺഗ്ലാസുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യം മാത്രമുണ്ടായിരുന്ന റേബാൻ പിന്നീട് കണ്ണടകളിലെ ഒരു ഫാഷൻ ട്രെൻഡായി മാറി. ബോഷ് ആൻഡ് ലോങ് എന്ന അമേരിക്കൻ കമ്പനിയാണ് ആദ്യം റേബാൻ ഗ്ലാസ് നിർമ്മിച്ചത്. സത്യത്തിൽ റേബാൻ ഗ്ലാസിന്റെ കഥയും ലിയോയുടെ കഥയും രണ്ടാണ്. 1999 ശേഷമാണ് അത് ഒരു കഥയായി മാറിയത്. ബോഷ് ആൻഡ് ലോങ് കമ്പനി നിർമ്മിച്ച റേബാൻ ലിയോയുടെ ലക്സോട്ടിക്ക ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത് 1999 $1.2 ബില്യൺ ഇടപാടായിരുന്നു അത്. ഈ നീക്കം കണ്ണട വിപണിയിൽ ലിയോയുടെ ആധിപത്യം ശക്തമാക്കി. വിപണിയിൽ എതിരാളികളില്ലാത്ത പടയോട്ടം. 77,734 ജീവനക്കാരും 90,000-ലധികം സ്റ്റോറുകളുമുള്ള ഒരു സ്ഥാപനമാണ് ലക്സോട്ടിക്ക. 150 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം. 2022 അദ്ദേഹത്തിന്റെ ജീവിത പോരാട്ടം അവസാനിക്കുമ്പോൾ ലിയോയുടെ ആസ്തി $24 ബില്യൺ മുകളിലായിരുന്നു.
ഇറ്റലിയിലെ രണ്ടാമത്തെയും ലോകത്തെ 54-ാമത്തെയും സമ്പന്നനായിട്ടാണ് ലിയോ ഈ ലോകത്തോട് വിട പറഞ്ഞത്.